ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ഗിഫ്റ്റ് അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞു, നമുക്ക് കുറച്ച് ഗിഫ്റ്റ് കിട്ടിയായിരുന്നു, അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണിത്. അപ്പോൾ നമ്മൾ മുന്നേ നമ്മുടെ ഹൗസ് വാമിങ്ങിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അതൊന്ന് പോയിട്ട് കാണാം. അപ്പം നമുക്ക് ആദ്യം ഒരു വലിയ ഗിഫ്റ്റ് കിട്ടിയായിരുന്നു. അതാണ് കേട്ടോ നമ്മൾ ആദ്യം തുറന്ന് നോക്കുന്നത്. അപ്പം അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് ഒരു പെഡസ്റ്റൽ ഫാനാണ് കേട്ടോ. സ്റ്റാൻഡിങ് ഫാനൊക്കെ ഇല്ലേ, നമുക്കത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വയ്ക്കുന്ന തരത്തിലുള്ള ഫാന്, അതായിരുന്നു കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അടുത്തത് നമ്മൾ ഈ ഒരു റെഡ് ഇതിൽ പൊതിഞ്ഞിട്ടുള്ള ഗിഫ്റ്റാണ് കേട്ടോ നമ്മൾ അൺബോക്സ് ചെയ്തത്. അപ്പോൾ അത് നോക്കിയപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു സെല്ലോൻ്റെ ഒരു ഡിന്നർ സെറ്റായിരുന്നു. അതിൽ ഒരു 6 പ്ലേറ്റാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ കൂടെ അതിൻ്റെ സെറ്റായിട്ട് ബൗള്, സ്പൂണ്, അതുപോലെ തന്നെ നമുക്ക് പെപ്പറും സോൾട്ടൊക്കെ ഇട്ട് വെക്കുന്ന ആ ഒരു ചെറിയ കുപ്പി ബോട്ടിൽസ് ഉണ്ടാവുമല്ലോ, അതൊക്കെയായിരുന്നു കേട്ടോ അതിലുണ്ടായിരുന്നത്. അടുത്തത് നമുക്ക് ഒരു ഡിന്നർ സെറ്റാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. 21 പീസിൻ്റെ ഒരു ഡിന്നർ സെറ്റാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ പാക്കിങ് നല്ല രസത്തിലായിരുന്നു, കാരണം ഓരോ ഐറ്റംസും ഓരോ പാക്കിങ്ങിൻ്റെ ഉള്ളിലാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ നമുക്ക് 6 കപ്പ്, 6 പ്ലേറ്റ്, പിന്നെ അതുപോലെ 6 ചെറിയ പ്ലേറ്റ്, അങ്ങനെയൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ട്. നമ്മൾ ഈ ബോക്സ് പൊട്ടിച്ചിട്ടുള്ള സാധനങ്ങൾ തിരിച്ച് റീപാക്ക് ചെയ്യൽ ഒരു ടാസ്ക്കാണ് കേട്ടോ. കാരണം നമ്മളിതിങ്ങനെ വെറുതെ പൊട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ പൊടി കയറില്ലേ. അപ്പോൾ ഞങ്ങളത് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് അതേപോലെ തന്നെ നമ്മളത് റീപാക്ക് ചെയ്ത് എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. നമുക്കത് ഇപ്പോൾ ആവശ്യമില്ലാത്ത സാധനങ്ങളാണല്ലോ, അപ്പോൾ ആവശ്യമുള്ള ടൈമിൽ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതുപോലെ തന്നെ റീപാക്ക് ചെയ്ത് എടുത്ത് വെക്കുകയാണ്. അടുത്തത് നമ്മൾ അൺബോക്സ് ചെയ്ത് ഈ ഒരു നീളത്തിലുള്ള ബോക്സാണ്. ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു ഐറ്റം എനിക്ക് പൊട്ടിച്ചപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു. അതായത് ഒരു ബൗളാണ് വന്നിട്ടുള്ളത്. ബൗളിൻ്റെ അടിയിൽ ലെഗ് വരുന്ന ടൈപ്പ് ഒരു ബൗളാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഒരു വലിയ ബൗള്, പിന്നെ 6 ചെറിയ ബൗള്, അങ്ങനെയാണ് കേട്ടോ അത് വന്നിട്ടുണ്ടായിരുന്നത്. കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ബൗളായിരുന്നു കേട്ടോ. അടുത്തത് നമ്മൾ അൺബോക്സ് ചെയ്തത് ഈ ഒരു റെഡ് കളർ ബോക്സാണ്. ഇത് ഭയങ്കര വലിയ ബോക്സായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്താ നോക്കാം. അപ്പോൾ ഇത് തുറന്നപ്പോൾ നമുക്ക് കിട്ടിയത് ഒരു 6 ലിറ്ററിൻ്റെ ബിരിയാണി വെക്കുന്ന പോട്ടാണ് കേട്ടോ. നോൺ സ്റ്റിക്കിൻ്റെ ബിരിയാണി പോട്ടാണ് ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ കളർ വന്നിട്ട് ഒരു ബ്ലാക്ക് കളറായിരുന്നു കേട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അടുത്ത് നമ്മൾ ഈ അൺബോക്സ് ചെയ്തത് ഈ ഒരു നീളത്തിലുള്ള ഒരു ഗിഫ്റ്റായിരുന്നു. ഇത് തന്നത് ആരാണെന്ന് എനിക്കറിയാം കേട്ടോ, ഞങ്ങളുടെ നെയ്ബർ തന്നതാണ്. അപ്പം ഇതിൻ്റെ ഉള്ളിൽ മാഷാല്ലാ എഴുതിയിട്ടുള്ള ഒരു ഇതായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്, ഒരു ഫ്രെയിമാണ് ഉണ്ടായിരുന്നത്. നമ്മളത് നിസ്കാർ റൂമിൽ വെച്ചു കേട്ടോ. അപ്പോൾ അടുത്തത് നമുക്ക് ഈ ഒരു ബോക്സ് തുറന്ന് നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ എന്താ നോക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്കൊരു ബിരിയാണി പോട്ട് തന്നെ കേട്ടോ ഉണ്ടായിരുന്നത്, നോൺ സ്റ്റിക്കിൻ്റെ. അപ്പോൾ അതിൻ്റെ മൂടി സ്റ്റീലിൻ്റെ മൂടിയായിരുന്നു. പിന്നെ സെയിം ബ്ലാക്ക് കളറ് പോട്ടായിരുന്നു കേട്ടോ ഇതിനകത്തുണ്ടായിരുന്നത്. പിന്നെ അടുത്തത് നമ്മൾ ഈ ഒരു ഗിഫ്റ്റാണ് തുറന്ന് നോക്കിയത്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഗ്ലാസിൻ്റെ ഒരു ജഗ്ഗും അതുപോലെ തന്നെ 6 ഗ്ലാസ്സുമാണ് കേട്ടോ ഉണ്ടായിരുന്നത്. നല്ല ഷേപ്പിൽ വരുന്ന ഒരു ഗ്ലാസ് ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. എനിക്കിഷ്ടപ്പെട്ടു ഈ ഒരു ഗ്ലാസിൻ്റെ ഷേപ്പ്, ഒരു പൂ ഷേപ്പ് പോലെ തോന്നി അതിൻ്റെ ഒരു ഷേപ്പ് കണ്ടിട്ട്. പിന്നെ അടുത്തത് നമ്മൾ തുറന്ന് നോക്കിയത് ഈ ഒരു വലിയൊരു ഗിഫ്റ്റാണ്. അപ്പോൾ ഇതിനകത്ത് എന്താ നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഗിഫ്റ്റ് വന്നിട്ട് നമുക്ക് ആരാ തന്നതെന്ന് അറിയായിരുന്നു. ഇത് എൻ്റെ ബ്രദറിൻ്റെ ഫ്രണ്ട്സ് കൊടുത്തിട്ടുള്ള ഗിഫ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്താ നോക്കിയപ്പോൾ നമുക്കൊരു വലിയ ക്ലോക്കാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ ഇതവർ അവൻ്റെ റൂമിൽ വെച്ചോ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ള ഈ ഒരു ക്ലോക്കാണ് കേട്ടോ അത്. അപ്പോൾ അടുത്ത സെയിം പാക്കിങ്ങിൽ തന്നെ വേറൊരു ഗിഫ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വന്നത് നമുക്ക് ജഗ്ഗും ഗ്ലാസ്സും ആണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതായിരുന്നു നമ്മുടെ ഗിഫ്റ്റിലെ ഏറ്റവും ലാസ്റ്റ് ഗിഫ്റ്റ്. ഇത് നിങ്ങൾക്ക് തുറക്കുമ്പോഴേ മനസ്സിലായിട്ടുണ്ടാവും. ഇതും സെയിം ഒരു ബിരിയാണി പോട്ട് തന്നെയാണ് കേട്ടോ. നമുക്ക് 3 ബിരിയാണി പോട്ടാണ് കേട്ടോ ടോട്ടൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്.